ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, അത് ഇടയ്ക്ക് സന്ദർശിക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഘട്ടം വരുമ്പം സന്ദർശിക്കേണ്ട ഒരു ഘട്ടമാണല്ലോ. ആ നിലക്ക് കുടുംബത്തിനെ കണ്ട് രാജിവെച്ച കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം എന്താണ്? ഇപ്പോൾ രാജിവെച്ച ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയാണല്ലോ. അല്ല, അങ്ങനെ രാജിവെക്കണമായിരുന്നോ, ഇനി 1.5 വർഷം ഉണ്ടായിരുന്നില്ലേ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം. അതിലപ്പുറമൊന്നുമില്ല. ഞങ്ങൾ ഇന്ന് മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ. ഞാൻ ഇന്നലെ തന്നെ തുടങ്ങി. ഇന്നിപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ രാവിലെ പത്രസമ്മേളനം കഴിഞ്ഞ് നേരെ എന്താ പറയുക ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്ന് തുടക്കം അങ്ങനെ വേണമെങ്കിൽ പറയാം. അവരെ കണ്ടു, കാര്യങ്ങൾ വിശദീകരിച്ചു. UDF-ൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം, ഇവിടുന്ന് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ വന നിയമ ഭേദഗതി ബില്ല് ഈ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പട്ടികയിലില്ല, ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം. ഒരു MLA പദവി രാജിവെച്ചതുകൊണ്ട് ആ രീതിയിൽ എന്താ പറയുക സർക്കാരിനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. എൻ്റെ ഒരു MLA പദവിയല്ല, ഈ 1,30,00,000 ജനങ്ങളെ നേരിട്ടും കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും, കോഴിക്കോട്ടങ്ങാടിയിൽ കുരങ്ങാണ്, ഹൈക്കോടതിയിൽ കുരങ്ങാണ്, സെക്രട്ടേറിയറ്റിൽ കുരങ്ങാണ്, വലിയ ദുരന്തത്തിലേക്ക് നാട് നീങ്ങുകയാണ്. അവിടെ ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരരുത്, അത് ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. അതിന് സർക്കാർ അതിനത് മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കേരള ജനത ആ വിഷയത്തോടൊപ്പമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഈ പത്രസമ്മേളനം കഴിഞ്ഞ് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് വരികയാണ്. അപ്പോൾ ഇനി ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും, ഏതൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ രാജിവെക്കുമ്പോൾ എന്നോട് താല്പര്യമുള്ള പലരും കാല് പിടിച്ച് അഭ്യർത്ഥിച്ചതായിരുന്നു, ഒരു MLA എന്നുള്ളൊരു പ്രിവിലേജ് ഇത്രയും വലിയ ശത്രുതയിൽ പിണറായിയും സംഘവും നിൽക്കുമ്പോൾ നിങ്ങളത് ചെയ്യരുത് എന്നോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. ഞാൻ അതിനൊക്കെ ഇനി ഫേസ് ചെയ്ത്, അതൊക്കെ കേരളത്തിലെ ജനം കാണുമല്ലോ. ഇനി എത്ര പോലീസ് സ്റ്റേഷൻ, എത്ര റിമാൻഡ്, എത്ര ജയിൽ, അവർ തീരുമാനിക്കട്ടെ എന്ന്. ഈ 3.5 കോടി ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബില്ല് പിന്നെ എന്തിനാണ് പിൻവലിച്ചത്? എന്തിനാണ് ഈ ബില്ല് കൊണ്ടുവന്നത്? അതിന് പിൻവലിച്ചതിൽ നിന്ന് അതിൻ്റെ ന്യായീകരണം എന്താണ്? വളരെ അനാവശ്യമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുണ്ടായ ഇതൊരു ദുരന്ത ഭൂമിയായി മാറുമായിരുന്നു, ദുരന്ത ഭൂമി. അപ്പോൾ അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തിക്കാനും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ഇടപെടലിനും പൊതുസമൂഹത്തിൻ്റെ ഇടപെടലിനും സാഹചര്യമുണ്ടാക്കി സർക്കാർ അത് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അവസാനത്തിൽ ഈ സഭയിൽ തവണ അവതരിപ്പിക്കുമെന്നാണെന്നല്ലോ പറഞ്ഞിരുന്നത്? അതിന് പിന്മാറിയത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഇത് 2019 അവതരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. 2019 ഈ ചർച്ചകൾ നടന്ന് ബില്ല് അന്നേ ഡ്രാഫ്റ്റ് ചെയ്തതാണ്. ആ ഡ്രാഫ്റ്റിൽ കുറച്ചും കൂടി മാറ്റം വരുത്തി കുറച്ചും കൂടി കണിശമാക്കിയിട്ടാണ് ഇപ്രാവശ്യത്തെ ഡ്രാഫ്റ്റ്. അന്ന് എന്താ 21 മെയ്യിൽ ഇലക്ഷനാണ്. അപ്പോൾ മെയ് ഇലക്ഷൻ കഴിയട്ടെ, തൽക്കാലം മാറ്റി വെക്കാം എന്നാണ് അന്ന് പറഞ്ഞത് എന്ന് അറിയുന്നത്. കാരണം ഈ ബില്ലിപ്പോൾ പുറത്ത് വരുമ്പോഴാണ് ഇങ്ങനെ 19 ഇങ്ങനെ നീക്കം നടന്നിരുന്നു എന്നുള്ളത് ഞാനടക്കം മനസ്സിലാക്കുന്നത്. അന്നും അതിൻ്റെ ചർച്ച ഉണ്ടായിട്ടില്ല. ഇതിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലൊക്കെ ഒരു ബില്ല് അമെൻമെൻറ്റ് വരുമ്പോൾ കേരളത്തിലെ സകല പത്രങ്ങളിലും ഫുൾ പേജ് പരസ്യം ഉണ്ടാവും. ആളുകളുടെ അഭിപ്രായം, പ്രതിഷേധം രേഖപ്പെടുത്താൻ സമയം കൊടുക്കും. MLA-മാരെ വിളിച്ച് LDF ചർച്ച ചെയ്യും. ഡ്രാഫ്റ്റ് കോപ്പി കൊടുക്കുമ്പോൾ UDF പാർലമെൻ്ററി പാർട്ടി വിളിച്ച് അവർ ചർച്ച ചെയ്യും. ഇതൊന്നും ഉണ്ടായിട്ടില്ല. നവംബർ 1-ാം തീയതിയാണ് ഈ പറയുന്ന ഡേറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രി പറഞ്ഞത്, വനമന്ത്രി പറഞ്ഞ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പത്രക്കാരായ നിങ്ങളാരെങ്കിലും ഗസറ്റിൽ ഏത് ഗസറ്റൊക്കെയാണ് നിങ്ങൾ നോക്കിയത്? MLA-മാരായ ഞങ്ങൾ പോലും നോക്കാറുള്ളത് ഞങ്ങളുടെ PM-മാർ നോക്കിയിട്ട് അത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യും. അത്രയും ചെറിയ ഒരു സാധനമാണ് ഈ ഗസറ്റ് എന്ന് പറയുന്നത്. വളരെ വാലിഡാണ്, വളരെ സീരിയസ് ആണ്. പക്ഷേ അതിൻ്റെ ഈ പറയുന്ന ആളുകളുമായിട്ടുള്ള അതിൻ്റെ ഇൻട്രാക്ഷൻ അത്ര കുറവാണ്. അതിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ആരും അറിയാതെ എന്താ പറയുക, കൂരാക്കൂരി ഇരുട്ടിൽ സഭയ്ക്കുള്ളിൽ കൊടുന്നത് അത് പാസ്സാക്കിയെടുക്കാനുള്ള വലിയ ഒരു ഗൂഢമായൊരു നീക്കമാണ് സത്യത്തിൽ വനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിലുണ്ടായത്. അത് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരികയും, ഈ സമരം അന്ന് ഞാൻ ആ ജാഥ നടത്തിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ലല്ലോ. അത് ജനങ്ങളുടെ ഒരു നല്ല കാര്യം. ഒരു ദിവസം ജയിലിൽ കിടക്കുക അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. എനിക്കത് അത്ര വലിയ ബുദ്ധിമുട്ടായെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ആ ജയിൽവാസവും ഇപ്പോൾ ഈ വിഷയത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള എൻ്റെ രാജിയും സർക്കാരിനെ പിന്മാറ്റിയിട്ടുണ്ടെങ്കിൽ സന്തോഷം.